പി കെ ഗോപൻ ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. പി കെ ഗോപൻ, ഇപ്പോൾ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ കണക്ക് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. 5.5 ലക്ഷം വീടുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നിർമ്മിച്ച് നൽകിയത്. അത് അന്ന് പഞ്ചായത്തുകൾ, അതിനു മുമ്പ് അന്ന് പഞ്ചായത്തുകൾ കൃത്യമായി വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇത് നമ്മൾ ഈ LDF വലിയ എന്തോ കാര്യമായി പറയുകയാണ്. വലിയ കാര്യമല്ല 4 ലക്ഷം 5 ലക്ഷം വീട് കെട്ടിക്കൊടുത്തത്. അവർ 5 ലക്ഷം വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് ബേസിൽ പറയുന്നത്. സിജു, ഞാന് അദ്ദേഹത്തിന്റെ ചർച്ച കേട്ടില്ല. ഇപ്പോൾ അങ്ങയുടെ ചോദ്യം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. വിഷയം ലൈഫുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി. ലൈഫ് ഉൾപ്പെടെയുള്ള 4 മിഷനുകളാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDF ഗവൺമെന്റ് ഓരോ മേഖലയ്ക്കായിട്ട് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. അതിൽ ആർദ്ര കേരള മിഷൻ എന്നുള്ളത് നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രോജക്റ്റാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വേറൊരു പ്രോജക്റ്റാണ്. അതുപോലെയാണ് ലൈഫ് മിഷൻ, അതുപോലെ ഹരിത കേരള മിഷൻ. ആ ഹരിത കേരള മിഷനാണ് കേരളത്തെ ഇന്ന് ഏറ്റവും നല്ല ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ മിഷനും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരുടെ സംഘങ്ങളും ഒക്കെ ചേർന്ന ഹരിത കർമ്മസേനയൊക്കെയാണ്. നമ്മുടെയൊക്കെ അഭിമാനമാണ് അവര്. നമ്മുടെ പ്രളയകാലത്ത് കൊല്ലം ജില്ലയിലെ ആലപ്പുഴയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണോ പ്രളയകാലത്ത് നമുക്ക് പേർത്തും ചേർത്ത് പിടിക്കാവുന്ന സേനയായി കേരളം മാറ്റിവെച്ചത്, അതുപോലെയാണ് ഹരിത കർമ്മസേന ഇന്ന് കേരളത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ലൈഫ് മിഷൻ. എന്താണ് ആ ലൈഫ് മിഷന്റെ പ്രത്യേകത എന്നുള്ളത്, മുൻകാലങ്ങളിൽ LDF അധികാരത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ UDF അധികാരത്തിൽ ഇരുന്നാലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നവരുടെ പേരിലുള്ള വീടുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് EMS ഭവന പദ്ധതി ഉണ്ടായിരുന്നു, MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ഉണ്ടായിരുന്നു. ഇത്തരം നേതൃത്വത്തിന്റെ ആളുകളുടെ പേരുകളിൽ അറിയപ്പെട്ട പദ്ധതികളെല്ലാം മാറ്റിവെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ചാപ്പകുത്തലും, അതായത് ഒരു വീട് നിർമ്മിച്ച് അതിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് സർക്കാർ തന്ന വീടാണ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ തന്ന വീടാണ് എന്ന ഒരു കോംപ്ലക്സിൽ അതിനകത്ത് താമസിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾ ഔദാര്യത്തിന്റെ പേരിൽ നേടിയെടുത്ത ഒരു ഭവനത്തിലല്ല താമസിക്കുന്നത് എന്ന ഉന്നതമായ ആധുനിക കാലത്തെ ജനാധിപത്യ ബോധത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീടുകളുടെ സർവേ നടത്തിയതും അതിന്റെ നടപടിക്രമങ്ങൾ നടത്തിയതും. 2017 ആപ്ലിക്കേഷൻ വാങ്ങി സോർട്ട് ചെയ്ത് അംഗീകരിച്ച ഒരു ലിസ്റ്റ്, അതിനുവേണ്ടി വലിയ സർവേ നടന്നു. ആ സർവേയുടെ ഒടുവിൽ അത് ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. അത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് പഞ്ചായത്തിന്റെ വിഹിതം, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം, ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവരുടെ വിഹിതം, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ലൈഫ് മിഷൻ ആരംഭിച്ചത്. അങ്ങനെ 6 ലക്ഷത്തിലധികം ആളുകളുടെ, കൃത്യമായി പറഞ്ഞാൽ 6,04,046 ആളുകൾക്ക് ഇത് നൽകുന്നതിനുള്ള ലിസ്റ്റ് അംഗീകരിച്ചു, അപ്രൂവ് ചെയ്തു, ഫയലിലായിട്ട് അപ്രൂവ് ചെയ്തു. അതിൽ ഇപ്പോ ഈ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുമ്പ് 5,364 മനുഷ്യരുടെ കയ്യിൽ അതിന്റെ താക്കോൽ ലഭിച്ചു. 4 ലക്ഷം രൂപയാണ് ജനറൽ വിഭാഗത്തിന് കൊടുക്കുന്നത്, 6 ലക്ഷം രൂപയാണ് പട്ടിക വിഭാഗത്തിന് കൊടുക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ ഈ വീടിന് നൽകുന്ന തുക 72,000 മാത്രമാണ്. കേരളത്തിൽ 20,000 കോടി രൂപ നമ്മൾ ലൈഫ് മിഷന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈ പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്നും ഈ സ്വർണ്ണപ്പൂച്ചകളെ പ്രസവിക്കുന്ന ഖജനാവ് ആയതുകൊണ്ട് നമ്മൾ 20,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം 1,700 കോടിയിൽ താഴെ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വീടിന് പൈസ കൊടുക്കാൻ 72,000 ഉള്ളൂ, അതുകൊണ്ട് വീടുണ്ടാവില്ല. മാത്രമല്ല അവിടെ ചാപ്പ കുത്തണം, നരേന്ദ്രമോദിയുടെ പടം വെക്കണം, അത് കേന്ദ്ര സർക്കാരിന്റെ പണമാണെന്ന് പറയണം. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ അവർക്കുണ്ടായിരുന്നു. ഇത്തരം നിബന്ധനകളൊന്നും ഇല്ലാതെ കേരളത്തിൽ ഈ 5 ലക്ഷം പേർക്ക് വീട് നൽകി അവർ താക്കോൽ വാങ്ങിച്ച് കഴിയുകയാണ്. അത്തരം ആളുകൾക്ക് കിട്ടിയ വീട് ഇനി 1 ലക്ഷത്തോളം ആളുകൾക്ക് അത് താക്കോൽ കിട്ടാനുണ്ട്. അത്തരം വീടുകളുടെ പദ്ധതി ഇല്ലാതാക്കും. ഈ സമയത്ത് തന്നെ ലൈഫ് മിഷന്റെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് തൃശ്ശൂരിലെ അവരുടെ MLA, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന MLA, അതിനെതിരായിട്ട് കേസ് പോയി. ആ കേസ് കോടതി ദൂരെ എടുത്ത് കളഞ്ഞു, മറ്റു പല കേസുകളെ പോലെ. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഗുണകരമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അസ്വസ്ഥത പൂണ്ടിട്ട് ആ അസ്വസ്ഥതയുടെ മറവിൽ അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ പേരിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടാവോ. ഇപ്പൊ നോക്കൂ, ലൈഫ് മിഷൻ മാത്രമല്ല ശ്രീ സിജു, ഇവര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കടം മേടിക്കില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നികുതി പിരിക്കുന്നത് എങ്ങനെയാണ്,
ചാണക്യനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, തേൻ എങ്ങനെയാണോ വണ്ട് പോയി പൂവിൽ നിന്ന് നുകരുന്നത്, പൂമ്പാറ്റ തേൻ കുടിക്കുന്ന ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അതേ മൃദുല ഭാവത്തോടു കൂടി ശരി ശരി അല്ല ശ്രീ പി കെ ഗോപൻ താങ്കളിലേക്ക് വരാം. അതായത് ഒരുപക്ഷെ പിന്നെ ഈ ബേസിൽ പറഞ്ഞത് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കി. താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ പി കെ ഗോപൻ.